പാഠം 1025. ഉലകം ചുറ്റിയ വിദ്വാൻ. റവന്യൂ വകുപ്പിലെ ഉദ്യോഗ കയറ്റത്തിനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ സർക്കാർ നിർദ്ദേശം. വിവിധ കാരണങ്ങളാൽ റവന്യൂ വകുപ്പിൽ മുടങ്ങിക്കിടന്ന പ്രമോഷനുകളാണ് നടപ്പിൽ വരുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതൊന്ന് വേഗം നടന്നാൽ മതിയായിരുന്നു. നീ പത്രം വായിച്ചോ? എന്റെ പ്രമോഷൻ ഉടനെ ഉണ്ടാകുമെന്ന്. പ്രമോഷനോ? പത്രത്തിൽ പേരുണ്ടോ? കാണിച്ചേ. എന്നല്ല, റവന്യൂ വകുപ്പിൽ മുടങ്ങിക്കിടന്ന പ്രമോഷനുകൾ ഉടനെ ഉണ്ടാകുമെന്ന്. അങ്ങനെ ഉണ്ടായാൽ അതിൽ എന്റെ പേരും ഉണ്ടാകുമല്ലോ. അതാ ഞാൻ പറഞ്ഞത്. പ്രമോഷൻ വരട്ടെ മോഹനേട്ടാ, അതിന്റെ സമയം അതിങ്ങ് വന്നോളും. മോഹനോട് ചുമ്മാ വിളിച്ചു വരുത്താൻ നോക്കണ്ട. അസൂയ. ഞാൻ വില്ലേജ് ഓഫീസറായിട്ട് ജലി നടക്കുന്നതേ അവർക്ക് സഹിക്കുന്നില്ല. അപ്പോ ഡെപ്യൂട്ടി തഹസിൽദാറായ പിന്നെ സഹിക്കുവോ? നമസ്കാരം സർ. നമസ്കാരം. ദിനേശൻ ഇന്നലെ വൈകിട്ട് വരുന്നല്ലേ പറഞ്ഞത്? ഇന്നലെ വരാൻ പറ്റിയില്ല, തിരക്കായി പോയി സർ. ഇന്ന് ദിനേശിന് എറണാകുളത്ത് പോകണം, സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ എറണാകുളത്തേക്ക് പോകുന്ന വഴിയാണ് സർ. സർട്ടിഫിക്കറ്റിന്റെ കാര്യം സാർ ഉറപ്പ് പറഞ്ഞുകൊണ്ട് എനിക്ക് വിശ്വാസമായിരുന്നു സർ. പോകുന്ന വഴിക്ക് ഇവിടെ വന്ന് വാങ്ങിയാൽ മതിയല്ലോ എന്ന് കരുതിയതാ. സർട്ടിഫിക്കറ്റ്. കെ മോഹനകൃഷ്ണൻ സാർ ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാണ്. എനിക്കറിയാം സാർ, വലിയ ഉപകാരം. അടുത്ത ആഴ്ച ഞാൻ വരുമ്പോ സാറിനെ വന്ന് കണ്ടോളാം. പാടില്ല, അതിന്റെ ആവശ്യമില്ല. ഞാൻ എന്റെ ജോലി ചെയ്തു. അതിന്റെ പേരിൽ കടപ്പാടുകൾ സൂക്ഷിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ശരി സാർ. നന്ദി. ഹലോ, അതെ, മോഹനകൃഷ്ണനാണ്. നമസ്കാരം സാർ. അതെ, രാവിലെ ആറപ്പടി ഞാൻ കൊടുത്തുവിട്ടായിരുന്നല്ലോ. അതെ അതെ, ഇന്നോ? എന്താ സാർ അത്യാവശ്യമായിട്ട്? 9:30. അതിന് സാർ ഞാൻ എത്തിക്കോളാം. ഇല്ലില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. അല്ലെങ്കിലും ജോലിക്കാരും ബുദ്ധിമുട്ടാകാൻ പാടില്ലല്ലോ. ഞാൻ എത്തിക്കോളാം സാർ. കൃത്യം 9:30 ഞാനിവിടെ എത്തിയിരിക്കും. ശരി സാർ. എനിക്കിത് കുറച്ച് നേരത്തെ പോണം. തഹസിൽദാർ വിളിച്ചിരുന്നു. കൃത്യം 9:30 താലൂക്ക് ഓഫീസിൽ എത്തണമെന്ന്. 9:30? 9:30 താലൂക്ക് ഓഫീസിൽ എത്തണമെങ്കിൽ 8:45 ഇവിടുന്ന് പുറപ്പെടണം. ഇപ്പോൾ സമയം 7:45 കഴിഞ്ഞു. ഇനി ആകെയുള്ളത് 1 മണിക്കൂർ മാത്രം. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് എന്താ മോഹനയുടെ കാര്യം? ഷർട്ട് മുടി ഞാൻ തേച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ കഴിക്കാൻ റെഡി ആവണമെങ്കിൽ 9 മണിയെങ്കിലാവും. ഒരു അത്യാവശ്യമുള്ളതുകൊണ്ടല്ലേ നേരത്തെ പോകണമെന്ന് പറയുന്നത്. അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ എന്നും 9:45 ഇറങ്ങുന്ന ആള് ഇന്ന് 1 മണിക്കൂർ നേരത്തെ പോണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യാ? ഈ കഴിക്കാൻ ഉണ്ടാക്കുന്നതേ മാജിക്കൊന്നും അല്ല. അതിനതിൻ്റെതായ സമയം വേണം. അല്ല, എനിക്ക് മനസ്സിലാവാത്തോട് ഞാൻ ചോദിക്കാം. നിന്ന നിപ്പിൽ അത്യാവശ്യം വരാൻ മാത്രം ഈ താലൂക്ക് ഓഫീസിലും വില്ലേജ് ഓഫീസിലൊക്കെ എന്താണ് ജോലി? വല്ല പോലീസുകാരോ ഡോക്ടർമാരോ ആംബുലൻസ് ഡ്രൈവർമാരോ മറ്റോ ആണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാമായിരുന്നു. ഈ താലൂക്ക് ഓഫീസ് എന്താണ് ഇത്ര അത്യാവശ്യം? നിന്നെ പോലെ ബുദ്ധിയില്ലാത്ത ഒരാളോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. ഒരു തഹസിൽദാരെന്നോ വില്ലേജ് ഓഫീസറെന്നോ പറഞ്ഞാൽ ആരാണ് എന്ന് നിനക്ക് അറിയാത്തതാണ് പ്രശ്നം. ചുമ്മാ പൊങ്ങച്ച പറയാൻ നിൽക്കില്ലേ മോനേട്ടാ. തഹസിൽദാർക്ക് പെട്ടെന്ന് മോഹനേട്ടനെ കാണാൻ തോന്നി, ഉടനെ അങ്ങോട്ട് വിളിച്ചു. വിളി പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നല്ലോ സാറ് ഉടനെ ചാടി പുറപ്പെടാനായിട്ട്. പെട്ടെന്ന് വിളിച്ച് ഓടി വന്ന് പറയുമ്പോ പറ്റില്ല എന്ന് പറയാനുള്ള ധൈര്യം വേണം മനുഷ്യരായ.
റവന്യൂ വകുപ്പിലെ പ്രമോഷന്റെ കാര്യം നീ പത്രത്തിൽ കണ്ടല്ലോ. ഈ സമയത്ത് എന്തെങ്കിലും ധിക്കാരം പറഞ്ഞ് ഞാൻ തഹസിൽദാരെ പിണക്കിയാൽ തഹസിൽദാർ ആ കാര്യം കളക്ടറോട് പറയും. അതോടെ എന്റെ പ്രമോഷൻ അങ്ങ് മുടങ്ങി കിട്ടും. ഞാൻ എന്നും ഇങ്ങനെ വില്ലേജ് ഓഫീസറായിട്ടിരിക്കുന്നാണല്ലോ നിന്റെ പ്രതീക്ഷ. അത് നടക്കില്ല. ഭർത്താവിനൊരു നന്മ വരുമ്പോൾ ഇങ്ങനെ അസൂയ കാണിക്കുന്ന ഭാര്യയ്ക്ക് നല്ല അടിയുടെ കുറവാ. സാറേ, ഉത്തം വിളിക്കുന്നുണ്ട്. ചെല്ല്. പ്രൊമോഷന്റെ വിശേഷം ഉത്തമനെടുത്ത് പോയി പറ. ഉത്തമനാണെങ്കിൽ അതൊക്കെ കേൾക്കുന്ന തന്നെ ഒരു ആവേശം തന്നെയാ. ചെല്ല്. നമസ്കാരമുണ്ട് സാർ. നമസ്കാരം. നമ്മുടെ പഞ്ചായത്ത് മെമ്പർ ഗോപാലൻകുട്ടിച്ചേട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ വന്നതേ. ഗോപാലൻകുട്ടിച്ചേട്ടൻ നമ്മുടെ ഫിലിപ്പോസ് ചേട്ടന്റെ ഒരു 15 സെന്റ് വസ്തുവിന് കഴിഞ്ഞ ആഴ്ച അഡ്വാൻസ് കൊടുത്തായിരുന്നു. ആ സ്ഥലം ഒന്ന് അളന്നു കൊടുക്കാൻ പറ്റുമെന്ന് ഗോപാലൻകുട്ടിച്ചേട്ടൻ ചോദിച്ചു. ഇതിനാണോ ഇവിടെ വന്നത്? ഒന്ന് ഫോൺ വിളിച്ച് ചോദിച്ചാൽ പോരായിരുന്നു? അങ്ങനെയല്ല സാറേ, ഫോൺ വിളിച്ചാൽ മതിയായിരുന്നെന്ന് എനിക്കറിയാം. പക്ഷേ സാറിനെ നേരിൽ കണ്ട് വന്ന് കാര്യം പറയുന്നതാണല്ലോ അതിന്റെ ഒരു മര്യാദ. പക്ഷേ ആ വരവ് വെറുതെ ആയിപ്പോയി എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇന്ന് എന്തായാലും സ്ഥലമിളക്കാൻ വരാൻ എനിക്ക് സമയമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്ന് ഫോൺ ചെയ്ത് ചോദിച്ചാൽ മതിയായിരുന്നല്ലോ എന്ന്. അയ്യോ സാറേ, അങ്ങനെ പറയല്ലേ. ആ വസ്തുവിന്റെ കാര്യം സാറിന് അറിയല്ലേ, നല്ല സ്ക്വയർ പ്ലോട്ട്. സാർ വിചാരിച്ച ഒരു 10 മിനിറ്റ് കൊണ്ട് അളക്കാന്നുള്ളതേ ഉള്ളൂ. 10 മിനിറ്റ് പോയിട്ട് 5 മിനിറ്റ് പോലും കളയാൻ എന്റെ കയ്യിലില്ല. എനിക്ക് കൃത്യം 9:30 താലൂക്ക് ഓഫീസിലെത്തണം. 9:30 താലൂക്ക് ഓഫീസിലെത്തണമെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് 8:45 ഇറങ്ങണം. ഇപ്പോൾ സമയം 7:50. ഇനി കുളിച്ച് ഭക്ഷണം കഴിച്ച് വേഷം മാറി ഞാൻ ഇറങ്ങുമ്പോൾ എന്തായാലും 8:45 ആവും. അപ്പൊ പിന്നെ ഞാൻ എങ്ങനെ ഒന്ന് സ്ഥലം ഇളക്കും? സാറേ, അതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാലേ, ഈ ഫിലിപ്പോസ് ചേട്ടന് പൈസക്ക് എന്തോ അത്യാവശ്യമുണ്ട്. ഒരു 50,000 രൂപ ഇന്ന് എന്നെ വേണമെന്ന് കൊടുക്കാൻ ഗോപാലൻകുട്ടിച്ചേട്ടൻ റെഡിയുമാണ്. പക്ഷെ സ്ഥലം അളന്നാലേ കൊടുക്കൂ എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. നേരത്തെ അഡ്വാൻസ് ആയിട്ട് 1 ലക്ഷം രൂപ കൊടുത്തതാണല്ലോ. ഉത്തമൻ ഇപ്പൊ വന്നത് ഫിലിപ്പോസ് ചേട്ടൻ പറഞ്ഞിട്ടാണോ ഗോപാലൻകുട്ടി ചേട്ടൻ പറഞ്ഞിട്ടാണോ? അല്ല സാറേ, ഇത് പൈസയുടെ കാര്യം പറഞ്ഞ ഫിലിപ്പോസ് ചേട്ടായി. ഈ കാര്യങ്ങൾ ഗോപാലൻകുട്ടി ചേട്ടനോട് പറഞ്ഞപ്പോ അങ്ങേര് പറഞ്ഞു മോരയുടെ സാറിനെ വിളിച്ചോണ്ട് വന്ന് വസ്തു അളന്നാ പൈസ തരാന്ന്. സത്യം പറഞ്ഞുണ്ടല്ലോ സാറേ, ഈ ഫിലിപ്പോസ് ചേട്ടൻ ഇന്നൊരു 50,000 രൂപ കിട്ടിക്കഴിഞ്ഞാലേ എന്റെ കമ്മീഷൻ അതിൽ നിന്ന് പോരും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സാറിനോട് പറഞ്ഞാൽ ഉത്തമന് ഇന്ന് തന്നെ കമ്മീഷൻ കിട്ടും. അതിന് ഞാൻ ഇന്ന് തന്നെ വന്ന് സ്ഥലം ഇളക്കുകയും വേണം. നടക്കില്ല. ഞാൻ ഒരു വില്ലേജ് ഓഫീസറാണ്. തഹസിൽദാർ എന്നെ വിളിച്ച് അത്യാവശ്യമായി കാണണമെന്ന് പറയുമ്പോൾ എനിക്ക് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാറേ, സാർ ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഉത്തമൻ എന്റെ സമയം കളാതെ സ്ഥലം വിടാൻ നോക്ക്. എനിക്ക് കൃത്യം 8:45 ഇവിടുന്ന് പുറപ്പെടാനുള്ളതാണ്. അപ്പൊ ശരി സാറേ, നല്ല സ്ക്വയർ പ്ലോട്ട് ആണെന്നല്ലേ പറഞ്ഞത്. അതളക്കാൻ ഞാൻ തന്നെ വേണമെന്നില്ല, വേറെ ആരെങ്കിലും വിളിച്ചാൽ മതി. സാറേ, സാറേ, പോന്നു. ഇനി ഇങ്ങേര് എന്തെങ്കിലും പറഞ്ഞ് എന്റെ അടുത്ത് വരും. എന്റെ ഈശ്വര, അത് എവിടെ പോയി? എന്താ ഇത്? മോഹനേട്ട, എന്റെ ഒരു പേപ്പർ കാണുന്നില്ല. ഈ ഫയലിലൂടെ ഞാൻ ഇന്നലെ കൊണ്ടുവന്നതാ. ഇപ്പൊ ഇതാ ഫയല് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിലും ഒരു സാധനം ഉത്തരവാദിത്തോടെ സൂക്ഷിക്കാൻ നിനക്ക് അറിയില്ലല്ലോ. ഉത്തരവാദിത്വമില്ലെന്ന് ആരാ പറഞ്ഞത്? കോടതി ഉത്തരവിന്റെ ഒറിജിനൽ അത്. ഒരു കവറിലിട്ടാ ഞാൻ വെച്ചിരുന്നേ. അതിന് എവിടെ പോയി എന്തോ. ഇല്ല. മോനട്ടെ അങ്ങനെ കണ്ടോ അത്? എന്റെ ഈശ്വര, അതിനി എവിടെ പോയി?
നീ ഇങ്ങനെ വെപ്രാളം കാണിക്കേണ്ട കാര്യമുണ്ടോ? സ്വസ്ഥമായിട്ട് നോക്കിയല്ലേ കാണാൻ പറ്റുമോ? സ്വസ്ഥമായിട്ട് എങ്ങനെ നോക്കാനാ മോനട്ടാ? എനിക്ക് ഉറപ്പാ അത് ആ ഫയലിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇന്നലെ കോടതിയിൽ ക്ലർക്ക് രാജീവൻ സാറിനെ കൊണ്ട് നിർബന്ധിച്ച് ഉത്തരവ് അടിച്ചു വാങ്ങിച്ച് മുനിസിപ്പലിനെ കൊണ്ട് ഒപ്പുവെപ്പിച്ചതാ. ലക്ഷ്മി ഫിനാൻസിലെ വിശ്വംഭര സാറിന്റെ കേസിന്റെ വിധിയാ മോഹനട്ടത്. രാവിലെ 11 മണിക്ക് അത് ബാങ്കിൽ ഹാജരാക്കാനുള്ളതാ. എന്റെ ഭഗവാനെ, ഞാൻ ഇനി വിശ്വംഭര സാറിനോട് എന്ത് പറയും? ഇന്നത് ബാങ്കിൽ കൂടുതൽ ആകെ പ്രശ്നമാവും. അതുകൊണ്ട് ഞാൻ ഇന്നലെ തന്നെ ഉത്തരവ് വാങ്ങിച്ചെടുത്തത്. വിശ്വംഭര സാറ് 10 ആവുമ്പോഴേക്കും വക്കീൽ ഓഫീസിലേക്ക് വരും. അപ്പൊ ഞാൻ എന്ത് പറയുന്നു? ഉത്തരവ് വാങ്ങി ആ കവറിലിട്ട് ഞാൻ ഫയലിലൂടെ തന്നെ വെച്ചതാ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പിന്നെ ആ കവർ എവിടെ പോയി? ഇനി ആരെങ്കിലും എടുത്തോണ്ട് പോയിക്കാണോ മോനട്ടാ? ഇവിടെ ആരെടുത്തോണ്ട് പോവാനാ? നീ സമാധാനം ആലോചിക്കുക. അത് എവിടെയാ വെച്ചെന്ന്? എങ്ങനെ സമാധാനമായിട്ട് ആലോചിക്കാനാ? സർട്ടിഫിക്കറ്റ്. കെ മോഹനകൃഷ്ണ സാർ ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാണ്. എനിക്കറിയാം സാർ. വലിയ ഉപകാരം. അടുത്ത ആഴ്ച ഞാൻ വരുമ്പോ സാറിനെ വന്ന് കണ്ടോളാം. പാടില്ല, അതിന്റെ ആവശ്യമില്ല. ഞാൻ എന്റെ ജോലി ചെയ്തു. അതിന്റെ പേരിൽ കടപ്പാടുകൾ സൂക്ഷിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഓ ശരി സാർ. നന്ദി. കവർ കൊണ്ടുപോയത് ദിനേശനാണെന്ന് ഭാമറിഞ്ഞ ഇന്നിവിടെ യുദ്ധം നടക്കും. ദിനേശനെ എങ്ങനെ കണ്ടുപിടിക്കും? ഹലോ. ഉത്തമ, ഞാനാ. എന്ത് സാറേ? ഒരു ചെറിയ പ്രശ്നമുണ്ട്. തേക്കുംകാട്ടിലെ ദിനേശൻ ടൗണിലേക്ക് പോവുകയാണ്. അയാൾ ബസ്സിൽ കയറുന്നതിന് മുൻപ് അയാളൊന്ന് കണ്ടുപിടിക്കണം. എന്തിനു സാറേ? ദിനേശന്റെ കയ്യിൽ ഒരു കവറുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കടലാസിപ്പെട്ടു. അത് തിരിച്ചു വാങ്ങണം. അയ്യോ സാറേ, അത് നടക്കൂല. ഞാന് ശേഖര സാറിന്റെ വീട് വരെ പോവേണ്. ഫിലിപ്പോ സാറിന്റെ സ്ഥലം അളക്കാൻ ശേഖര സാർ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. കയ്യോടെ ചെന്ന് കൂട്ടിക്കൊണ്ടുവന്ന് സ്ഥലം അളപ്പിക്കണം. ഇത് ഭയങ്കര അത്യാവശ്യമാണ്. അയ്യോ, അതിനേക്കാളും അത്യാവശ്യമാണ് സാറേ ഇത്. ശേഖര സാർ വന്ന് സ്ഥലം വളർന്ന ഗോപാലൻകുട്ടി ചേട്ടൻ ഫിലിപ്പോസ് ചേട്ടന് പൈസ കൊടുക്കും. അങ്ങനെ ഫിലിപ്പോസ് ചേട്ടന് പൈസ കിട്ടിക്കഴിഞ്ഞാൽ എന്റെ കമ്മീഷൻ കയ്യോടെ ഇങ്ങ് വാങ്ങാം. അത് കിട്ടിയിട്ടെ എനിക്ക് ഇത്തിരി അത്യാവശ്യമുണ്ട് സാറേ. എന്തെങ്കിലും അത്യാവശ്യത്തിന് ഉത്തമൻ ഇങ്ങോട്ടും വരുമല്ലോ. അപ്പൊ കാണാം നമുക്ക്. എന്തായാലും ഇപ്പൊ എനിക്ക് പോയേ പറ്റൂ സാറേ. ശേഖര സാറേ വീട്ടിൽ കാത്തിരിക്കുകയാണ്. ദിനേശനെ എങ്ങനെയും കണ്ടുപിടിച്ചേ പറ്റൂ. അനിയ അല്ല, സാറെന്തായാലും നേരത്തെയാണല്ലോ. ദിനേശനെ കണ്ടായിരുന്നോ? തേക്കാടിൽ ദിനേശനെ. അവനൊരു ബാഗുമായിട്ട് പോകുന്നുണ്ട്. എറണാകുളത്ത് പോകാണെന്നാ പറഞ്ഞേ. എന്താ സാറേ? ദിനേശനെ കണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. മോനേട്ടാ, എവിടെ പോയി? കുടയും ബാഗില്ലല്ലോ. പോയാ? സാറേ, എന്തിനാ ഓടുന്നേ? രാവിലെ ഓടുന്നത് നല്ലതാണെന്ന് പത്രത്തിലുണ്ടായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് ഓടിക്കൂടെ? ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നത് നല്ലതിനല്ല.
ദിനേശനെ കണ്ടായിരുന്നോ? തേക്കാട്ടിൽ ദിനേശ് അങ്ങോട്ട് മാറി. തേക്കാട് ദിനേശനെ കണ്ടോ? ഇവിടെ എവിടെ സാർ? തേക്കാട് ദിനേശനെ കണ്ടോ? ഇല്ല സാറേ. എന്താ സാറേ? അയാൾ കണ്ടോ ചോദിച്ചത്? അവൻ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വന്നില്ലേ? അതല്ലേ പ്രശ്നമായത്. ഒരു കാര്യം നമുക്ക് ബസ്സാരം പോയി നോക്കാം. സാറ് ബൈക്കിന്റെ പുറകില് കേറും. ഒരു അത്യാവശ്യം വന്നാൽ ഹിമാലയത്തിന്റെ മുകളിൽ കയറേണ്ടി വരും. സാറേ ഇറുക്കി പിടിച്ചോളേ. ഇറുക്കി പിടിച്ചോ. കേറി പരിചയമില്ലാത്തണ്ട. സൂക്ഷിച്ചിരിക്കണേ സാറേ. നമസ്കാരം സാർ. നമസ്കാരം. തേക്കാട് ദിനേശനെ കണ്ടായിരുന്നു? അവൻ കഴിഞ്ഞ ബസ്സിന് പോയല്ലോ. എന്താ സാറേ? ഒരു ചോദ്യം ചോദിക്കുമ്പോ അതിന് ഉത്തരം പറഞ്ഞാൽ മതി. തിരിച്ചിങ്ങോട്ട് ചോദ്യങ്ങൾ വേണ്ട. അല്ല സാറ് ബൈക്കിലൊന്നും കേറില്ലെന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് ഇപ്പഴെന്താ? അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. എങ്ങനെ ദിനേശിനെ കണ്ടുപിടിച്ചാൻ പറ്റും? എന്താ സാറേ കാര്യം? അത് പറയ്. രാവിലെ ദിനേശൻ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വീട്ടിൽ വന്നായിരുന്നു. സർട്ടിഫിക്കറ്റ് കെ മോഹനകൃഷ്ണ സാർ ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാണ്. എനിക്കറിയാം സാർ. വലിയ ഉപകാരം. അടുത്ത ആഴ്ച ഞാൻ വരുമ്പോ സാറിനെ വന്ന് കണ്ടോളാം. പാടില്ല, അതിന്റെ ആവശ്യമില്ല. ഞാൻ എന്റെ ജോലി ചെയ്തു. അതിന്റെ പേരിൽ കടപ്പാടുകൾ സൂക്ഷിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഓ ശരി സാർ. നന്ദി. മോഹനേട്ട എന്റെ ഒരു പേപ്പർ കാണുന്നില്ല. ഈ ഫയലിലൂടെ ഞാൻ ഇന്നലെ കൊണ്ടുവന്നതാ. ഇപ്പൊ ഇതാ ഫയല് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിലും ഒരു സാധനം ഉത്തരവാദിത്തോടെ സൂക്ഷിക്കാൻ നിനക്ക് അറിയില്ലല്ലോ. ഉത്തരവാദിത്വമില്ലെന്ന് ആരാ പറഞ്ഞത്? കോടതി ഉത്തരവിന്റെ ഒറിജിനൽ അത്. ഒരു കവറിലിട്ടാ ഞാൻ വെച്ചിരുന്നേ. അതിന് എവിടെ പോയി എന്തോ. ഈശ്വര, അത് പ്രശ്നമാണല്ലോ സാറേ. കോടതി ഉത്തരവ് കാണാതായാലും വക്കീല് വിവരം അറിയും. സാറേ, ദിനേശന്റെ നമ്പർ എന്റെ കയ്യിലുണ്ടെന്നാ തോന്നുന്നു. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. നമ്പർ കയ്യിലുണ്ടായിരുന്നു, നേരത്തെ പറഞ്ഞായിരുന്നോ? വിളിക്കാം. നോക്കട്ടെ സാർ. നമ്പർ ഉണ്ട് സാർ. എന്തായി സാറേ? അത് സ്വിച്ച് ഓഫാ. ഓഫ് ചെയ്യാനാണെങ്കിൽ പിന്നെ എന്തിനാണ് മൊബൈൽ കൊണ്ട് നടക്കുന്നത്? എന്റെ ഈശ്വര, എനിക്ക് 9:30 താലൂക്ക് ഓഫീസ് സ്ഥലത്തേ വേണമല്ലോ. ഈ മനുഷ്യൻ എന്തിനു സൂക്കരാൻ നോക്കണേ? ഒരു വാക്ക് പറയാതാണ് ഓഫീസിൽ പോകുന്നത്. ഓഫീസിൽ പോയതല്ലായിരുന്നോ? ഞാൻ എന്തുമാത്രം അന്വേഷിച്ചു മോഹനേട്ടാ? പറയുന്നതാണോ ഒരിടത്ത് പോകുന്നത്? അതെ, അത്യാവശ്യമായിട്ട് താലൂക്ക് ഓഫീസിൽ പോണെന്ന് പറഞ്ഞിട്ട് പോകാത്ത മണി 9 കഴിഞ്ഞില്ലേ? അല്ല, ഇത്രയും നേരത്തെ എവിടെ പോയിരിക്കായിരുന്നു? എന്നോട് പണിയും മിണ്ടാതെ പോകാന്നാ ഞാൻ കരുതിയത്. പിന്നെ വിദ്യാലക്ഷ്മി വിളിച്ചിരുന്നു. അപ്പൊ മുതൽ ഞാൻ മോഹനോട് അന്വേഷിച്ചോണ്ടിരിക്കായിരുന്നു. ഒരു കോടതി ഉത്തരവിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അതിന് ഈ വീട്ടിൽ നോക്കാൻ ഒരു സ്ഥലവും ബാക്കിയില്ല എന്റെ മോഹനേട്ടാ. എന്ത് ചെയ്യുന്നോർത്ത് വിഷമിച്ചിരുന്നപ്പോഴാണ് വിദ്യയുടെ കോള്. സാധനം അവളുടെ ഉണ്ടെന്ന്. ഇന്നലെ വക്കീൽ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ നേരം ഒരു ഫയൽ ഞാൻ വിദ്യയുടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉത്തരവിരുന്ന കവർ ആ ഫയലിലൂടെ പെട്ടുപോയതാ. ഇതെന്താ ഇങ്ങനെ നോക്കണേ? സത്യത്തിൽ അടിച്ചിന്റെ പല്ല് താഴെ വേണം. ഒരാളെ പഠിപ്പിച്ചില്ലേ? മോഹനേട്ടൻ പേടിച്ചോ? എന്തിനാ? നീ എന്റെ ഭാര്യയല്ലേ? നിനക്കൊരു പ്രശ്നമായ പേടിക്കാരിക്കോ? ഇങ്ങനെ ശ്രദ്ധയില്ലാതെ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഓരോ അബദ്ധങ്ങൾ പറ്റുന്നത് എത്ര പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. വേറെ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ വില്ലേജ് ഓഫീസറെ.
എന്റെ ഒരു കടലാസ് കാണാതെ പോയതിന് മോഹനേട്ട എത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? എന്താ മോഹനേട്ട കാര്യം? ഇപ്പൊ കാര്യം പറഞ്ഞോണ്ട് താലൂക്ക് ഓഫീസിൽ താമസിച്ചു. കാര്യമൊക്കെ പിന്നെ പറയാം. ഞാൻ ഇറങ്ങുന്നു. ഇനിയിപ്പോ ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. കണക്ക് കൂട്ടലുകൾ തെറ്റിപ്പോയത് വില്ലേജ് ഓഫീസർക്ക് തന്നെയാണ്. ഭാര്യ എന്തു പറയുമെന്നുള്ള പേടിയിൽ മുൻപിൻ നോക്കാതെ എടുത്തു ചാടി പുറപ്പെട്ടതിന്റെ പ്രയാസമാണ് മഹാൻ അനുഭവിക്കുന്നത്. എന്തായാലും പേടിച്ചതുപോലൊന്നും സംഭവിക്കാതെ എല്ലാം ശുഭമായതിൽ ആശ്വസിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.